അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ പകൽ കുറേ തിരക്കായിരുന്നു, അതുകൊണ്ട് പകൽ വീഡിയോ ഒന്നും ഇട്ടില്ല. ഇപ്പോൾ വൈകിട്ട് ഇന്നത്തെ അത്താഴത്തിനെയാണ് വീഡിയോ ആയിട്ട് കാണാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൈകിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കാൻ പോകുന്നു. ചപ്പാത്തിക്കൊപ്പം ഇന്ന് വൈകിട്ട് കൂട്ടാനായിട്ട് മീൻ കറിയാണ് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു, നേരിട്ടിലൂടെയൊക്കെ ഇങ്ങനെ ഫുഡ് വ്ലോഗായിട്ട് ചെയ്യുമ്പോൾ ഒരു പാചകം ചെയ്യുന്ന രീതികളോടൊക്കെ പറയുവാണെങ്കിൽ വലിയ സന്തോഷമാണ്. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു മീൻ കറിയാണ് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്. മീൻ ഇവിടെ ഉണ്ട്. അതാണ്ട് മോതയാണ്. ഞാൻ പുറത്ത് പോയപ്പം മോത മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഉപ്പും മഞ്ഞളും ഒക്കെ തൂത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിന്ന് വൈകിട്ട് ചപ്പാത്തിയും മീൻ കറിയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. എല്ലാം ഒന്ന് റെഡിയാക്കിക്കോട്ടെ കേട്ടോ. അപ്പോൾ മീൻ കറി എങ്ങനെയാണ് വയ്ക്കുന്നത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നമ്മളിതാണ്ട് പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. കടുകിട്ടിട്ട് ഇപ്പം തന്നെ ഒരു 3-4 ഉലുവയും കൂടി ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കടുകൊക്കെ നന്നായി പൊട്ടി ഉലുവയും മൂത്തു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചേറെ ക്ലീൻ ചെയ്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ഒക്കെ വയ്ക്കും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. തന്നെയല്ല കൊഴുത്ത ചാറും കിട്ടും. ഇതിങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് കുറേ പേരൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചാറിനൊരു കട്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് മിക്സിക്കകത്തിട്ടൊന്ന് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കൂട്ടാൻ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുമാണ്. ഒപ്പം ചാറിനൊക്കെ നല്ല കൊഴുപ്പും ഉണ്ടാവും. അപ്പോൾ അതാണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉലുവ, കടുക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മളിങ്ങനെ മൂപ്പിക്കുകയാണ്. അപ്പം അതിലേക്കൊരു അല്പം ഉപ്പും കൂടി ഇടും. ഉപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഉപ്പിട്ട് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കില്ല, കറക്റ്റായിട്ട് മൂത്ത് വരുവേ. അപ്പോൾ ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എനിക്കറിയാവുന്ന ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഇത് മൂത്ത് വരുന്ന സമയത്ത് ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ പരുവത്തിന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞ് പോവരുത്. മീൻ കറിയുടെ ടേസ്റ്റ് നന്നായി ചേഞ്ച് ആയി പോവേ. അപ്പോൾ ഇനി നമ്മൾ ഇതാണ്ട് മസാലയാണ്. മുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മീൻ മസാലയുമാണ് ഞാനിതിനകത്ത് ചേർക്കുന്നത്. കാരണം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ എടുത്ത് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മീൻ മസാല, അത്രയും മതിയേ. ഒരു 1/2 കിലോ മീനെ ഇപ്പം ഞാൻ കറി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ മീനിൻ്റെ കൂട്ടെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തതൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ചേർക്കുവാണ്. ചേർത്തു അതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാത്രത്തിനകത്തുള്ള മീൻകറിയുടെ അരപ്പിൻ്റെ അതെല്ലാം കൂടെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ച് ആക്കുകയാണ്. അപ്പോൾ അതാ നല്ല കൊഴുത്ത ഒരു ലെവലിലേക്ക് അരപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ എടുത്ത് മീനിനകത്തേക്ക് ഒഴിക്കാനൊന്നും പറ്റില്ല. ഇത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും മിനിമം എടുത്ത് നന്നായി ഡ്രൈ ആയി വരണം. എങ്കിൽ മാത്രമേ മീൻകറി അതിൻ്റെ ആ കറക്റ്റ് പരുവത്തിൽ ടേസ്റ്റോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളം ചുവയ്ക്കും. നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്താണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പണി ഇത് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ്. അപ്പോൾ അതാ അരപ്പ് നന്നായിട്ട് ഡ്രൈ ആയി വരികയാണ്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായി പറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ക്ലിയറായിട്ട് വന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വീണ്ടും ചേർക്കണം. അപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതുകൊണ്ട് ഇനി വെള്ളം ചുവയ്ക്കില്ല. അപ്പോൾ നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് മീനിന് നമ്മൾ ആ ചാറ് എങ്ങനെയാണ് ആവശ്യം ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതാ മീൻ ചട്ടി കയറ്റി അടുപ്പിലേക്ക് വെച്ചിട്ട്
പറ്റിച്ചെടുത്ത ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ ദാ ആ മീനിൻ്റെ അരപ്പും വെള്ളവും മീനിനകത്തേക്ക് ഒഴിച്ച് ചേർത്തു. ഞാൻ കുടംപുളിയൊക്കെ ആവശ്യത്തിന് ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ചേർക്കണം. കാരണം നമ്മൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമല്ലേ നമ്മൾ ഇത്തിരി ഉപ്പിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം. അത് ഒരു 2-3 മിനിറ്റ് നല്ല തീയിലിരുന്ന് കഴിയുമ്പോൾ അത് പറ്റി വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മീൻകറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ മീൻകറി പറ്റുന്ന ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചപ്പാത്തി എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം